യിരെമ്യാവ് 46 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ജാതികളെക്കുറിച്ച് യിരെമ്യാ പ്രവാചകനുണ്ടായ യഹോവയുടെ അരുളപ്പാട്. മിസ്രയീമിനെക്കുറിച്ചുള്ള ഫ്രാത്ത് നദീതീരത്ത് കർക്കെമീശിലുണ്ടായിരുന്നതും ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യോശീയാവിന്റെ മകനായി യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ 4-ാം ആണ്ടിൽ തോൽപ്പിച്ചു കളഞ്ഞതുമായ ഫറവോൻ നെഖോ എന്ന മിസ്രയീം രാജാവിന്റെ സൈന്യത്തെക്കുറിച്ചുള്ളത് തന്നെ. പരിചയും പലകയും ഒരുക്കി യുദ്ധത്തിനടുത്തുകൊള്ളുവീൻ. കുതിരച്ചേവകരെ, കുതിരകൾക്ക് കോപ്പിട്ട് കയറുവീൻ. തലക്കോരികയുമായി അണിനിരപ്പീൻ. കുന്തങ്ങളെ മിനുക്കി കവചങ്ങളെ ധരിപ്പീൻ. അവർ ഭ്രമിച്ചു പിന്മാറി കാണുന്നതെന്ത്? അവരുടെ വീരന്മാർ വെട്ടേറ്റ് തിരിഞ്ഞു നോക്കാതെ മണ്ടുന്നു. സർവത്ര ഭീതി എന്ന് യഹോവയുടെ അരുളപ്പാട്. വേഗവാൻ ഓടിപ്പോകയില്ല, വീരൻ ചാടിപ്പോകയുമില്ല. വടക്ക് ഫ്രാത്ത് നദി തീരത്തു അവർ ഇടറി വീഴും. നീലനദി പോലെ പൊങ്ങുകയും നദികളിലെ വെള്ളം പോലെ അലയ്ക്കുകയും ചെയ്യുന്നോരിവനാർ. മിസ്രയും നീലനദി പോലെ പൊങ്ങുകയും അതിന്റെ വെള്ളം നദികൾ പോലെ അലയ്ക്കുകയും ഞാൻ പെരുകി ദേശത്തെ മൂടി നഗരത്തെയും അതിലെ നിവാസികളെയും നശിപ്പിക്കും എന്ന് പറയുകയും ചെയ്യുന്നു. കുതിരകളെ കുതിച്ചു ചാടുവീൻ, രഥങ്ങളെ മുറുകി ഓടുവീൻ. വീരന്മാർ പുറപ്പെടട്ടെ. പരിച പിടിച്ചിരിക്കുന്ന കൂശ്യരും പൂത്യരും വില്ലെടുത്ത് കുലയ്ക്കുന്ന ലൂദ്യരും കൂടെ. ആ ദിവസം സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് തന്റെ വൈരികളോട് പ്രതികാരം ചെയ്യുന്ന പ്രതികാര ദിവസമാകുന്നു. വാൾ വേണ്ടുവോളം തിന്നുകയും അവരുടെ രക്തം കുടിച്ചു മതിക്കുകയും ചെയ്യും. വടക്ക് ഫ്രാത്ത് നദീ തീരത്ത് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിനു ഒരു ഹനനയാഗമുണ്ടല്ലോ. മിസ്രയീം പുത്രിയായ കന്യകയെ, ഗിലെയാദിൽ ചെന്ന് തൈലം വാങ്ങുക. നീ വളരെ ഔഷധം പ്രയോഗിക്കുന്നത് വെറുതെ. നിനക്ക് രോഗശാന്തി ഉണ്ടാകയില്ല. ജാതികൾ നിന്റെ ലജ്ജയെക്കുറിച്ച് കേട്ടിരിക്കുന്നു. നിന്റെ നിലവിളി ദേശത്ത് നിറഞ്ഞിരിക്കുന്നു. വീരൻ വീരനോടു മുട്ടി രണ്ടുപേരും ഒരുമിച്ച് വീണിരിക്കുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് മിസ്രയീം ദേശത്ത് ജയിക്കുന്നതിനെക്കുറിച്ച് യിരെമ്യാ പ്രവാചകനോട് യഹോവ കൽപ്പിച്ച അരുളപ്പാട് മിസ്രയീമിൽ പ്രസ്താവിച്ചു, മിഗ്ദോലിൽ പ്രസിദ്ധമാക്കി. നോഫിലും തഹ്പനേസിലും കേൾപ്പിപ്പീൻ. അണിനിരന്ന് ഒരുങ്ങി നിൽക്ക എന്ന് പറവീൻ. വാൾ നിന്റെ ചുറ്റും തിന്നുകളയുന്നുവല്ലോ. നിന്റെ ബലവാന്മാർ വീണു കിടക്കുന്നതെന്ത്? യഹോവ അവരെ തള്ളിയിട്ടതുകൊണ്ട് അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല. അവൻ പലരെയും ഇടറി വീഴുമാറാക്കി. ഒരുത്തൻ മറ്റൊരുത്തന്റെ മീതെ വീണു. എഴുന്നേൽപ്പീൻ, നശിപ്പിക്കുന്ന വാളിനു ഒഴിഞ്ഞു നാം സ്വജനത്തിന്റെ അടുക്കിലേക്കും ജന്മദേശത്തേക്കും മടങ്ങിപ്പോക എന്നും അവർ പറയും. മിസ്രയീം രാജാവായ ഫറവോനു വിനാശം എന്നും സമയം തെറ്റി വരുന്നവൻ എന്നും പേർ പറവീൻ. എന്നാണ് പർവ്വതങ്ങളിൽ വെച്ച് താബോർ പോലെയും കടലിനരികെയുള്ള കർമ്മേൽ പോലെയും നിശ്ചയമായിട്ട് അവൻ വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ എന്ന് നാമമുള്ള രാജാവിന്റെ അരുളപ്പാട്. മിസ്രയീമിൽ പാർക്കുന്ന പുത്രി, പ്രവാസത്തിന് പോകുവാൻ കോപ്പ് കൂട്ടുക. നോഫ് നിവാസികളില്ലാതെ ശൂന്യമായി വെന്തുപോകും. മിസ്രയീം ഏറ്റവും അഴകുള്ള പശുക്കിടാവാകുന്നു. എന്നാൽ വടക്കുനിന്ന് ഈച്ച അതിന്മേൽ വരുന്നു. അതിന്റെ കൂലിച്ചേവകർ അതിന്റെ മധ്യെ തടിപ്പിച്ച കാളക്കിടാക്കളെ പോലെയാകുന്നു. അവരും പിന്തിരിഞ്ഞു ഒരുപോലെ ഓടിപ്പോയി. അവരുടെ അപായ ദിവസവും സന്ദർശന കാലവും വന്നിരിക്കിയാൽ അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ ശബ്ദം പാമ്പ് ഓടുന്ന ശബ്ദം പോലെ. അവർ സൈന്യത്തോടുകൂടെ നടന്നു. മരം മുറിക്കുന്നവരെ പോലെ കോടാലികളുമായി അതിന്റെ നേരെ വരും. അതിന്റെ കാട് തിങ്ങിയതായിരുന്നാലും അവർ അതിനെ വെട്ടിക്കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ വെട്ടിക്കിളികളെക്കാൾ അധികം, അവർക്ക് സംഖ്യയുമില്ല. മിസ്രയീം പുത്രി ലജ്ജിച്ചു പോകും. അവൾ വടക്കേ ജാതിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. ഞാൻ നോവിലെ അമ്മോനെയും ഫറവോനെയും മിസ്രയീമിനെയും അതിന്റെ ദേവന്മാരെയും രാജാക്കന്മാരെയും സന്ദർശിക്കും. ഫറവോനെയും അവനിൽ ആശ്രയിക്കുന്നവരെയും സന്ദർശിക്കും എന്ന് യിസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അവരെ അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കൈയിലും ബാബേൽ രാജാവായ നെബൂഖദ്നേസരിന്റെ കൈയിലും അവന്റെ ഭൃത്യന്മാരുടെ കൈയിൽ ഏൽപ്പിക്കും. അതിനുശേഷം അവൻ പുരാതന കാലത്തെന്ന പോലെ നിവാസികളുണ്ടാകും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ എന്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട. യിസ്രായേലേ, നീ ഭ്രമിക്കേണ്ട. ഞാൻ നിന്നെ ദൂരത്തുനിന്നും നിന്റെ സന്തതിയെ അവരുടെ പ്രവാസദേശത്തു നിന്നും രക്ഷിക്കും. യാക്കോബ് മടങ്ങിവന്ന് സ്വസ്ഥമായും സ്വൈര്യമായും ഇരിക്കും. ആരും അവനെ ഭയപ്പെടുത്തുകയുമില്ല. എന്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെ ഞാൻ മുടിച്ചു കളയും. എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളകയില്ല. ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും. നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ല താനും.